ഹായ് കൂട്ടുകാരെ, നമ്മൾ സ്വരാക്ഷരമായ ആ എന്ന അക്ഷരം പഠിച്ചത് ഓർമ്മയുണ്ടോ? ആ എന്ന അക്ഷരവും അതിൻ്റെ ചിഹ്നവും അത് ചേർത്തുള്ള വാക്കും നമുക്ക് പരിചയപ്പെട്ടാലോ? ഇത് ഏതക്ഷരമാണ്? ആ. ആയുടെ ചിഹ്നമാണ് ഇത്. ദീർഘം. ഈ ചിഹ്നം ചേർത്തുള്ള ഒരു അക്ഷരം പരിചയപ്പെട്ടാലോ? ഇത് നമ്മൾ നേരത്തെ പഠിച്ച പ എന്ന അക്ഷരമാണ്. പായുടെ കൂടെ ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം വന്നപ്പോൾ നമ്മൾ എങ്ങനെ അതിനെ വിളിക്കുക? പാ. ഇനി ഈ ചിഹ്നം ചേർത്തുള്ള വാക്ക് കണ്ടോ? ഇതിൽ പ എന്ന അക്ഷരവും നമ്മൾ നേരത്തെ പഠിച്ച ത എന്ന അക്ഷരവുമുണ്ട്. അതിൻ്റെ ഇടയിൽ ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നവുമുണ്ട്. ഇതെല്ലാം ചേർത്ത് എങ്ങനെയാ വായിക്കുന്നതെന്ന് നോക്കിയാലോ? പായുടെ കൂടെ ആയുടെ ചിഹ്നം വരുമ്പോൾ, ദീർഘം വരുമ്പോൾ പാ എന്ന് വായിക്കും. അതിൻ്റെ കൂടെ ത വരുമ്പോൾ പാത. എങ്ങനെയാ വായിക്കുക? പാത. നമ്മൾ ആ എന്ന അക്ഷരവും ചിഹ്നവും പഠിച്ച ഈ കളി ഒന്നുകൂടെ കണ്ടാലോ?